2015 ഫസ്റ്റ് ഓണർ 54,000 ഓടിയിട്ടുള്ളൂ. ഭാഗത്തെ കാര്യങ്ങളും റീപ്ലേസ് ഒന്നും കയറിയിട്ടില്ല. വണ്ടി നമുക്ക് ഹൈ ക്വാളിറ്റി തന്നെ പറഞ്ഞു കൊടുക്കാം. 260 നമുക്ക് ചോദിക്കുന്നുണ്ട്. 260 ചോദ്യമാണ്. നെഗോഷ്യബിൾ നമുക്ക് എന്തെങ്കിലും പെട്രോൾ ആണ്. മൈലേജ് 15-16 ഉള്ളിൽ മാക്സിമം. മാക്സിമം 16 ലോൺ എടുക്കാം. അപ്പൊ ചെറിയ പൈസക്ക് 7 സീറ്റർ വണ്ടി നോക്കുന്ന അഞ്ചാൾക്കാരും അതുപോലെ കുട്ടികളൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. ചെറിയ ബഡ്ജറ്റില് വാങ്ങിക്കാൻ പറ്റും. ബാക്കിൽ ഇരിക്കാൻ പറ്റിയ ഏസിയുടെ കാര്യങ്ങൾ എത്തുകയും ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് മുന്നിൽ കംഫർട്ട് ആയിട്ട് ഇരിക്കും ചെയ്യും. അതെ 2010 മോഡൽ കൂടിയ വണ്ടി പോലെ വൃത്തിയുണ്ട്. വണ്ടി ക്വാളിറ്റി ഉണ്ട്. പേപ്പർ എടുക്കാറായിട്ടുണ്ട്. ഒരു 4-5 മാസം സമയമുള്ളൂ. നമുക്കൊരു പേപ്പർ എടുത്തിട്ട് അങ്ങനെ കൊടുക്കല്ല. പേപ്പർ ഇല്ലാതെ നമുക്ക് കസ്റ്റമർക്ക് ഒരു 1.15 വണ്ടി ഫൈനൽ കൊടുക്കാം. 1.15 ഈ ക്വാളിറ്റി വണ്ടി എല്ലാം വരുന്നത് ഫുൾ ലോഡ് വണ്ടി എല്ലാം ഉണ്ട്. അതുപോലെ നമുക്ക് 1.15 ഫൈനൽ കൊടുക്കാം. ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കും. സെക്കൻഡ് ഓണർ വെറും 54,000 വണ്ടി. സെക്കൻഡ് ഓണർ ആണ് വെറും 54 ഓടിയിട്ടുള്ള വണ്ടി. LX ആണ് വേരിയന്റ് വരുന്നത്. വേറെ പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ ഫുൾ ലോൺ നമുക്ക് ചെയ്തു കൊടുക്കാം. പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 3 ലക്ഷത്തിന് താഴത്ത് വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഞാൻ ഇന്നുള്ളത് പെരിന്തൽമണ്ണയിലെ ഏറ്റവും വലിയ യൂസ്ഡ് കാർ ഷോറൂമായ ദോസ്തിലാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും പരമാവധി ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട്. നല്ല വണ്ടി മോഡൽ കുറഞ്ഞതുണ്ട്, കൂടിയതുണ്ട്, SUV ടൈപ്പ് 7 സീറ്റർ, അതുപോലെ തന്നെ ചെറുവണ്ടികൾ എന്നിങ്ങനെ 40-40ഓളം വണ്ടികളുള്ള വലിയൊരു ഷോറൂമാണ്. അപ്പോൾ ഇവിടുത്തെ ഫുള്ള് വണ്ടികൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് എപ്പിസോഡ്. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് കണ്ടോളൂ കേട്ടോ. അപ്പൊ ഇവിടെ എന്നോടൊപ്പം ഉള്ളത് തായറാണ്. തായർ എന്തൊക്കെയുണ്ട്? പിന്നെ നമ്മുടെ 2ാമത്തെ എപ്പിസോഡാണ് കേട്ടോ. ഇതിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് 3 ലക്ഷത്തിന് താഴത്തുള്ള പെരുന്നാളിന് മുമ്പായിട്ട് നിങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പരമാവധി മാക്സിമം കുറച്ച് തരും കേട്ടോ. അപ്പൊ ഇവിടെ കാണിക്കുന്ന ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാൻ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷൻ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ കറക്റ്റ് അതായത് തായറിന്റെ നമ്പറാണ് ഫസ്റ്റ് കൊടുക്കുക. അപ്പൊ അതിൽ വിളിച്ചിട്ട് തായറിനോട് കാര്യങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നോക്കാം. ആൾട്ടോ 800 നോക്കാം. ഇതും ഒരു ഗ്രേ കളറിൽ തന്നെ വരുന്നത് അല്ലേ? ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. ഗ്രേ കളറാണ് ഇത് വരുന്നത്. 2019-20 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വെഹിക്കിൾ ഇപ്പൊ കിടക്കുന്നത്. 54,000 മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളൂ. പുതിയ മോഡലാണ്. ഒരു എയർ ബാഗ്, ABS, 2 വിൻഡോ കാര്യങ്ങൾ LX വരുന്നത്. ഒരു എയർ ബാഗ് വരുന്നുണ്ട്. VX 2 എയർ ബാഗ് കൊടുത്തിട്ടുള്ളൂ. LX ആണ് വരുന്നത്. എല്ലാ സെറ്റപ്പും എല്ലാ ബാഗ് കൊണ്ട് ടയർ ഭാഗത്ത് ഒരു 80%-90% ടയറും കാര്യങ്ങളുണ്ട്. ആ ഭാഗത്താന്ന് പറയുകയാണെങ്കിൽ ബോണറ്റിന് ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ എടുക്കുമ്പോൾ കാണിച്ചു കൊടുത്തവർക്ക് ഒന്നുകൂടി നന്നായിട്ട് ഇതൊന്നും നോക്കാനില്ല. ഞാൻ പറഞ്ഞു കൊടുക്കാം. ആ ഭാഗത്ത് വേറെ മുട്ട റീപ്ലേസ് ഒന്നും കയറിയിട്ടില്ല. നമ്മൾ ചോദിക്കുന്നത് 3 രൂപ ചോദിക്കുന്നുണ്ട്. 280 വരെ നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. ഫൈനൽ പറഞ്ഞ 95 നമുക്ക് വണ്ടി കൊടുക്കാം. 2019-20 രജിസ്ട്രേഷൻ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. വണ്ടി ഒരു കസ്റ്റമർ ഓടിച്ചു നോക്കിയിട്ട് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിയോ അവർ കോൺടാക്ട് ചെയ്തോട്ടെ. ഇവിടെ നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ ഒരു 7 സീറ്റർ വണ്ടി നോക്കുന്നവർക്ക് ഒരു ഡാറ്റ്സന്റെ ഏതാണ് ഇത്? ഡാറ്റ്സന്റെ 2015 ഗോ പ്ലസ് 7 സീറ്റർ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ബാക്കിൽ ഇരുന്ന് കംഫർട്ടോട് പോകാം. നമ്മൾ ഹൈറ്റ് വെയിറ്റിൽ ആൾക്കാർ ഇരിക്കുമ്പോൾ ചെറുതായി ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും ആവറേജ് ആൾക്കാർക്ക് ഇരിക്കാം. 2015 ഫസ്റ്റ് ഓണർ 54,000 ഓടിയിട്ടുള്ളൂ. ഭാഗത്തെ കാര്യങ്ങളും റീപ്ലേസ് ഒന്നും കയറിയിട്ടില്ല. വണ്ടി നമുക്ക് ഹൈ ക്വാളിറ്റി തന്നെ പറഞ്ഞു കൊടുക്കാം. 260 നമുക്ക് ചോദിക്കുന്നുണ്ട്. 260 ചോദ്യമാണ്. നെഗോഷ്യബിൾ നമുക്ക് എന്തെങ്കിലും പെട്രോൾ ആണ്. മൈലേജ് 15-16 ഉള്ളിൽ മാക്സിമം. മാക്സിമം 16 ലോൺ എടുക്കാം. അപ്പൊ ചെറിയ പൈസക്ക് 7 സീറ്റർ വണ്ടി നോക്കുന്ന അഞ്ചാൾക്കാരും അതുപോലെ കുട്ടികളൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. ചെറിയ ബഡ്ജറ്റിൽ വാങ്ങിക്കാൻ പറ്റും. ബാക്കിൽ ഇരിക്കാൻ പറ്റിയ ഏസിയുടെ കാര്യങ്ങൾ എത്തും ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് മുന്നിൽ കംഫർട്ട് ആയിട്ട് ഇരിക്കും ചെയ്യും. അതെ. ഓക്കെ, അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കാളി. അടുത്ത നമുക്ക് സാൻഡ്രോ കാർ നോക്കാം. അത് 2011 സ്ട്രിംഗ് ആണ് ഓപ്ഷൻ വരുന്നത്. AC പവർ സ്റ്റാറിംഗ് വിൻഡോ കാര്യങ്ങൾ വരുന്നുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ 70 സംതിങ് എന്തോ കിലോമീറ്റർ ഓടി. സെക്കൻഡ് ഓണർ ആണ് 70 സംതിങ് ഓടി. ഭാഗത്ത് റീപ്ലേസ് കാര്യങ്ങളൊന്നും നമുക്ക് കയറിയിട്ടില്ല. വണ്ടി ക്വാളിറ്റി ചെറിയ പൈസ ബഡ്ജറ്റ് ഡിഫറെന്റ് ആയിട്ട് വണ്ടി നമുക്ക് കൊടുക്കാം. വണ്ടി ക്വാളിറ്റിയാണ്. ക്വാളിറ്റി നമുക്ക് 1.4 ഫൈനൽ കൊടുക്കാം. 1.4 കൊടുക്കാം. അതായത് 2011 സാൻഡ്രോ സ്ട്രിംഗ് ആണ് വണ്ടി. 1.4 നമുക്ക് ഫൈനൽ ലോൺ കയറോ നോക്കാം. ശ്രമിക്കാം. ഇൻഷാല്ലാ നോക്കിയിട്ട് വട്ടം പോലെ ചെയ്യാം. നമുക്ക് ഓട്ടോമാറ്റിക് ആണ്. 2017 ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർ. ആകെ കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 60 സംതിങ് എന്തോ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ആണ്. 1000 cc ആണ് വരുന്നത്. സെക്കൻഡ് ഓണർ. RXT ഓപ്ഷൻ ആണ് വരുന്നത്. വേറെ നോബാട്ടോ വരുന്നത്. തിരിക്കുന്ന നോബ ഉള്ളത്തെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അത് നമുക്ക് നെഗോഷ്യബിൾ റേറ്റ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ
റൈറ്റ് അത്രയും മുട്ടിച്ചു കൊടുക്കും. ചെറിയൊരു തട്ട് തട്ടിയിട്ടുണ്ട് ഫ്രണ്ടിൽ. പിന്നെ ബോണറ്റോ മെയിൻ ഗ്ലാസ് എന്തോ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് 2.5 ഫുള്ള് ലോൺ 2.5 ഫുള്ള് ലോൺ ഫുള്ള് 2 രൂപ ചോദിക്കുന്നത് 2.5 ഫുള്ള് ലോൺ ചെയ്തു. ഫുള്ള് ലോൺ ചെയ്തു കൊടുക്കാൻ പറ്റൂല. ഈ ഉള്ളില് വേറെ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ? അതായത് നമുക്ക് ഉള്ളിലൊക്കെ പരിക്കോ കാര്യങ്ങളൊന്നും ഇല്ല. അടുത്ത വർക്ക് അടിപൊളിയായിട്ട് പുറത്താണ് ചെയ്തിട്ടുള്ള വണ്ടി ക്വാളിറ്റിന്റെ കസ്റ്റമർക്ക് എടുക്കും. ആവശ്യക്കാർ വന്ന് ചെക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ട് എവിടെ തട്ട് കാണിച്ചു കൊടുക്കാം. ലൊക്കേഷൻ അവർ മാത്രം. റിഡ്സ് കാർ നോക്കാം. എത്രയാണ് മോഡല്? റിഡ്സ് 2011 ZXi ആണ് വരുന്നത്. പെട്രോൾ ഫുൾ ലോഡ് വണ്ടി. സെക്കൻഡ് ഓണർ ആകെ 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമ്മൾ ചെക്ക് ചെയ്തൊക്കെ എടുത്തേണ്. അപാകത കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഫൈനൽ 2.55 നമുക്ക് കൊടുക്കാം. 2.55 കൊടുക്കൂല. ചിലപ്പോൾ ശ്രീരാം അല്ലെങ്കിൽ ഫോർച്യൂൺ ഫിനാൻസ് ഒക്കെ നമുക്ക് 2 രൂപ ചെയ്ത് കൊടുക്കൂല. ഓക്കെ, ചെറിയൊരു പൈസക്ക് റിഡ്സ് കാർ നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അതിനപ്പുറം ആൾട്ടോ 800 നമുക്ക് പരിചയപ്പെടാം. മോഡൽ എങ്ങനെ വരുന്നത്? അത് 2013 മോഡലാണ് വരുന്നത്. LXi ആണ് വേരിയന്റ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ 70 സംതിങ് ഓടി 72 ഓടിയിട്ടുണ്ട്. വണ്ടി കാര്യങ്ങളൊന്നുമില്ല. ക്വാളിറ്റി ഉണ്ട്. ടയറൊക്കെ ഒരു 80-90% ടയറുണ്ട്. നല്ല വണ്ടി. ഒരു 1.80 കൊടുക്കാം. 1.60 നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 2013 LXi 1.80 തരും. നമുക്ക് 1.60 ലോൺ ചെയ്ത് കൊടുക്കാം. നോക്കാം. എങ്ങനെയാണ്? വാഗണർ 2011 LXi ആണ് വരുന്നത്. ഇവിടെ സെക്കൻഡ് ഓണറിൽ 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 80 സംതിങ് ഓടിയിട്ടുണ്ട്. വേറെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. വേറെ വേറെ കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊരു 1.80 നമ്മൾ ചോദിക്കുന്നുണ്ട്. 11 LXi ഫൈനൽ 1.45 നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഒരു ZNST നമുക്ക് പരിചയപ്പെടാം. ഇത് മോഡൽ എത്രയാണ്? 2010 VXi ആണ് വരുന്നത്. 2010 മോഡൽ കൂടിയ വണ്ടി പോലെ ഉണ്ടല്ലേ? വൃത്തിയുണ്ട്. വണ്ടി ക്വാളിറ്റി ഉണ്ട്. പേപ്പർ എടുക്കാറായിട്ടുണ്ട്. ഒരു 4-5 മാസം സമയമുള്ളൂ. നമുക്കൊരു പേപ്പർ എടുത്തിട്ട് അങ്ങനെ കൊടുക്കല്ല. പേപ്പർ ഇല്ലാതെ നമുക്ക് കസ്റ്റമർക്ക് 1.15 വണ്ടി ഫൈനൽ കൊടുക്കാം. 1.15 ഈ ക്വാളിറ്റി വണ്ടി എല്ലാം വരുന്നത് ഫുൾ ലോഡ് വണ്ടി. എല്ലാം ഉണ്ട്. അതുപോലെ നമുക്ക് 1.15 ഫൈനൽ കൊടുക്കാം. ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കും. വില കുറച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആവശ്യമുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കാളി. ഒരു മഹീന്ദ്രന്റെ KUV 100 അതായത് ഡീസലാണ് വരുന്നത്. 2016 മോഡൽ സെക്കൻഡ് ഓണർ 90,000 വണ്ടി ഓടിയിട്ടുള്ളത്. ഡീസൽ 20 മേലെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി വണ്ടി ചെക്ക് ചെയ്തോ കസ്റ്റമർ നോക്കിയിട്ട് എടുക്കാം. അതായത് ഹൈറ്റ് മേലുള്ളവർക്ക് ഉപയോഗിക്കാൻ നല്ല സുഖമാണ്. നമ്മള് 2016 വണ്ടി 3 രൂപ ഫുൾ ലോൺ ചെയ്തു കൊടുക്കാം. 3 രൂപ ഫുൾ ലോൺ ചെയ്തു. 3 രൂപ ചോദിക്കുന്നുണ്ട്. 3 രൂപ ലോൺ ചെയ്തു കൊടുക്കാം. വില എന്തെങ്കിലും മാറ്റം ഉണ്ടാവല്ലോ? ആവശ്യമുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിയാലോ. ഇവിടെ നമുക്ക് ഊണ്ടായിന്റെ ഇയോൺ നോക്കാം. 2013 ചെറിയ തട്ടുണ്ട്. പഠിക്കുന്ന പർപ്പസിലേക്ക് ആൾക്കാർ പറ്റുള്ളൂ. ഓവർ ഡീപ്പായി പറഞ്ഞു കൊടുത്തിട്ട് നല്ല വണ്ടിയാണ് ക്വാളിറ്റി പറയാൻ കഴിയില്ല. അതിന്റെ ബോണറ്റും ബമ്പറും ബോണറ്റും മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ആവറേജ് വണ്ടി. അതിന് വിലക്ക് നമുക്ക് കൊടുക്കാം. 1 രൂപ 1.10 കൊടുക്കാം. 1.10 2013 വണ്ടി പറഞ്ഞിട്ടുള്ള കച്ചവടമാണ് കേട്ടോ. പറഞ്ഞിട്ടുള്ള കച്ചവടമാണ്. കാരണം എന്താ വെച്ചാൽ തട്ടിയ വണ്ടിയാണ്. അതുകൊണ്ട് ചെറിയ തട്ടുണ്ടായി അത്ര ആവറേജ് വണ്ടി ഉള്ളത്. അബ്രോൺ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? പേസ്റ്റാണ് കൂട്ടിയിട്ടില്ല. വണ്ടി ഓടിക്കുന്ന ഒരു വണ്ടി ആവറേജ് വണ്ടി അതിൽ വില 13 വണ്ടിക്ക് 1 രൂപ എവിടെ നമ്മൾ ആരും പറയും കിട്ടൂല. 1 രൂപ ഫൈനൽ റേറ്റ് ഉണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതിലൊക്കെ പേർക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ ആരെങ്കിലും വന്ന് നോക്കുന്നുണ്ട് ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടെ. ഇവിടെ നമുക്ക് ആൾട്ടോ 800 നോക്കാം. 2018 മോഡലാണ്. സെക്കൻഡ് ഓണർ വെറും 54,000 വണ്ടി ഓടി. സെക്കൻഡ് ഓണർ ആണ്. വെറും 54 ഓടിയിട്ടുള്ള വണ്ടി. LXi ആണ് വേരിയന്റ് വരുന്നത്. വേറെ പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ ഫുൾ ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. ചെറിയ തട്ട് തട്ടിയിട്ടുണ്ട്. സൈഡിൽ ഫ്ലണ്ടറിന്റെ ഭാഗത്ത് ചെറിയ വർക്ക് ഉള്ളിൽ എടുത്തിട്ടുണ്ട്. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കസ്റ്റമറിനോട് 2.5 ഫുൾ ലോൺ പറയുന്നത്. 2.40 നമുക്ക് ഫുൾ ലോൺ ചെയ്തു. 2.40 ഫുൾ ലോൺ ചെയ്തു. ഫുൾ ലോൺ. ഭാഗത്തായിട്ട് മാത്രം കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ കേട്ടോ. അത് നമുക്ക് വാഗണർ ഇപ്പൊ ഉള്ളത് 2012 മോഡൽ VXi 12 VXi ആണ് വരുന്നത്. 12 VXi. അതെ അതെ. വണ്ടി എന്ത് പാട്? വണ്ടി ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റിയാണ്. ഇവിടെ തേർഡ് ഓണർ ഇപ്പൊ നമ്മളായിട്ടുണ്ട്. എത്ര ഓട്ടം? 90,000 അടുത്ത് ഓടിയിട്ടുള്ളൂ. വേറെ അപാകത കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊരു 2.35 കൊടുക്കാം. 2.35 കൊടുക്കാം. അപ്പൊ ഇവിടെ റിനോൾട്ടിന്റെ കിഡ് ഓട്ടോമാറ്റിക് ആണ് അതും വരുന്നത്. 2017 വണ്ടിയാണ്. 52,000 ഓടിയിട്ടുണ്ട്. 1000 cc RXT എന്നുള്ള ഓപ്ഷനാണ് വരുന്നത്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 3.15 നമുക്ക് കൊടുക്കാം. 2.25 ലോൺ ചെയ്തു. ലോണും കൊടുക്കാം അല്ലെ? അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിയാൽ നമുക്ക് മോഡൽ മാരുതിയുടെ വാഗണർ നമുക്ക് നോക്കാം. 2019 മോഡലാണ് വരുന്നത്. 19 മോഡൽ VXi ആണ് വരുന്നത്. VXi ആണ്. ഫസ്റ്റ് ഓണർഷിപ്പിൽ ആകെ 20,000 ഓടിയിട്ടുള്ളൂ. ചെറിയ റീപ്ലേസ് ഉണ്ട്. എന്താണ് എന്തോ ബോണറ്റോ മെയിൻ ഗ്ലാസ് എന്തോ റീപ്ലേസ് വണ്ടി സ്റ്റോക്ക് വന്നതാണ്. ഞാൻ നോക്കിയിട്ട് കസ്റ്റമർ ക്ലിയർ പറഞ്ഞു കൊടുക്കാം. നമുക്കൊരു 4.30 ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും നൈസ് കൂട്ടിച്ചു കൊടുക്കാം. ഫുൾ ലോൺ ചെയ്തു. 4 എന്തായാലും ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ വണ്ടിക്ക് ആരെങ്കിലും നോക്കുകയാണെങ്കിൽ നമ്പർ ഉണ്ട് ഫസ്റ്റ് അതിൽ വിളിച്ചാൽ മതി. വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. എന്ത് കംപ്ലൈന്റ് കാര്യങ്ങൾ പുതിയതായിട്ട് ഇവിടെ കയറിയതാണ്. പിന്നെ അതിന്റെ CC എത്ര ഒന്നാണോ 1.2 ഇവിടെ തിരക്ക് കാരണമാണ് ഡീസൽ പെട്രോളാ? ഇത് പെട്രോൾ. ഇത് 2015 ZXi എന്ന് വരുന്ന വേരിയന്റ് ആണ്. അതായത് ഏറ്റവും ഫുൾ ലോഡാണ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. AC പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോളിംഗ്, അതില് മറ്റേ വോയിസ് കൺട്രോളിംഗ്, അലോയ്സ് കാര്യങ്ങൾ ഉണ്ടാവും. സ്റ്റിയറിംഗിൽ കൺട്രോളിംഗ് ഉണ്ട്. വേറെ അപാകത കാര്യങ്ങളൊന്നുമില്ല. ഫസ്റ്റ് ഓണർ ആണ് വണ്ടി. റീപ്ലേസ് ഒന്നോ കാര്യങ്ങളോ പുതിയ മോഡൽ കാര്യങ്ങളൊക്കെ ചെയ്ത്, അതായത് ഓൾറെഡി വന്നതിന് പുതിയ മോഡലാണ്. 1.10 ഓടിന്റെ കമ്പനി സർവീസ് ഉണ്ട്. ഹിസ്റ്ററി നമുക്ക് ചെയ്ത് കൊടുക്കാം. അപാകത കാര്യങ്ങളൊന്നുമില്ല. ടയർ ഭാഗം ഒരു 70-80% ടയറും ഉണ്ട്.
നമുക്കൊരു 380 ഫൈനൽ നമുക്ക് കൊടുക്കാം. 380 കൊടുക്കാം. ഫൈനൽ കൊടുക്കാം. 3.45 നമുക്ക് ഫൈനൽ കൊടുക്കാം. അതിലൊരു 3.4 അടുത്തേക്ക് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 50 രൂപ 40 രൂപ കസ്റ്റമർ ഇറക്കി കൊടുക്കാം. പിന്നെ നെഗോഷ്യബിൾ പ്രൈസ് ആണ്. 3.45 നമ്മൾ ഫൈനൽ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും 2-3 രൂപ നമുക്ക് കസ്റ്റമർ കുറച്ച് കൊടുക്കാൻ വന്ന് ചെയ്തു. ഓക്കെ. 2015 മോഡൽ 15 ZXi. ഒരു സാധനം മാറിയിട്ടില്ല കേട്ടോ, ഒരു സാധനം മാറിയിട്ടില്ല. പക്ക വണ്ടി, മിയ വണ്ടിയാണ്. വേണമെങ്കിൽ പെട്ടെന്ന് വന്ന് നോക്കിക്കളി. ഇവിടെ നമുക്കൊരു വോക്സ് വാഗന്റെ പോളോ നമുക്ക് നോക്കാം. മോഡൽ എത്രയാണ്? ഇത് 2017 മോഡലാണ്. ഇത് ഡീസൽ പെട്രോൾ വണ്ടിയാണ് അല്ലേ? ഓക്കെ. പെട്രോൾ ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഏറ്റവും ടോപ്പ് ഓപ്ഷൻ. കമ്പനി വരുന്നതാ? എല്ലാവരും കമ്പനി വരുന്നത്. ഓക്കെ ഓക്കെ. അത് തേർഡ് ഓണർ ആയിട്ടുണ്ട്. നമ്മുടെ പേർക്ക് മാറിയിട്ടുണ്ട്. 1,50,000 ഓടിയിട്ടുണ്ട്. പെട്രോൾ ആണ് വില. അപാകത കാര്യങ്ങളൊന്നും വണ്ടി അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല 490 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. ചെറുതായിട്ട് എന്തെങ്കിലും പൊട്ടിച്ചു കൊടുക്കാം. 4-4.5 ഇടയിൽ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 4.5 ഇടയിൽ മാക്സിമം 4.5 ചെറിയ പൈസ ഉണ്ടെങ്കിൽ പെട്രോൾ ഹൈ ക്വാളിറ്റി വേണ്ടി ധൈര്യം എടുക്കാം. റീപ്ലേസ് ഒന്നുമില്ല. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാൽ ഇവിടെ നമുക്കൊരു സ്വിഫ്റ്റ് കാർ നോക്കാം. നല്ല റെഡ് കളറിൽ. റെഡ് കളർ 2016 LDA ആണ് വരുന്നത്. ഡീസലാണ് വേരിയന്റ് വരുന്നത്. ഡീസൽ 2016 ഡീസൽ. അതായത് LDA ഓപ്ഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ 2 വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, 2 വിൻഡോ, സെൻട്രൽ ലോക്ക് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളായി വരുന്നുണ്ട്. സെക്കൻഡ് റീപ്ലേസ് കാര്യങ്ങൾ ബോണറ്റ് റീപ്ലേസ് കാര്യമായിട്ട് ഇവിടെ 2016 വണ്ടി 2019 ഇവിടെ നമ്പർ ആയതാണ്. വണ്ടിയാണ്. അതായത് 16 വണ്ടി 19 ഇവിടെ നമ്പർ ആയിരുന്നു. 3 കൊല്ലം കൊണ്ട് ഇവിടെ നമ്പർ ആയിരുന്നു. പിന്നെ ഇവിടെ ഓടിയ വണ്ടിയാണ്. സെക്കൻഡ് ഓണറിൽ 1.20 ഓടിയിട്ടുള്ളത്. ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. നമുക്കൊരു 3.80 നമ്മൾ ചോദിക്കുന്നുണ്ട്. 3.25 നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 3.80 നിങ്ങൾ ചോദിക്കുന്നുണ്ട്. 3.25 ചോദിച്ചു കൊടുക്കാം, ലോൺ ചെയ്ത് കൊടുക്കാം. ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടി. ഓക്കെ. ഫുള്ള് ലോൺ കിട്ടും. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാൽ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. മെക്കാനിക്കൽ പരമായിട്ട് ഒന്നും ചെയ്യാൻ ഗുഡാണ് നോക്കിയിട്ട് വണ്ടി ക്വാളിറ്റി ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിയാൽ. അടുത്ത നമുക്ക് ഓടി നോക്കാം. ഒരു പ്രീമിയം വണ്ടി അല്ലേ? ഓടി A4 ആണ്. 2009 ഇവിടെ കേരളത്തിലോട്ട് നമ്പർ ആയതാണ്. പുതിയ നമ്പർ ആക്കി. അതുപോലെ തന്നെ പുതിയ പേപ്പറും കാര്യങ്ങളും 5 കൊല്ലത്തെ പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇവിടെ സെക്കൻഡ് ഓണർ വണ്ടി ആകെ 70,000 വണ്ടി ഓടിയിട്ടുള്ള സർവീസ് ഉണ്ട്. വിൻഡോ മറ്റേ ജെനുവിൻ ഓട്ടാണ്. എല്ലാ കാര്യങ്ങളും ടയറും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓട്ടോമാറ്റിക് ആട്ടോ. ഡീസൽ അതായത് ഡീസൽ മൈലേജ് കൂടുതൽ കിട്ടും. 18-17 മൈലേജ്. ഓടി A4 ആണ് വരുന്നത്. സൺറൂഫ് മുതൽ എല്ലാ മെക്കാനിക്കൽ പാർട്സ് അതിന്റെ വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ഗുഡാണ്. നമ്മൾ 6 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. ലോൺ കയറാത്തോണ്ട് ഇതിലൊക്കെ വരുന്ന ആൾക്ക് പൊട്ടിച്ചു കൊടുക്കാം. കാരണം ലോൺ കയറാത്തോണ്ട് ചെറിയൊരു പൈസക്ക് പ്രീമിയം കാർ വണ്ടി സ്വന്തമാക്കാം. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിയാൽ. അടുത്ത നമുക്ക് ഒരു സ്വിഫ്റ്റ് കാർ നോക്കാം. വൈറ്റ് കളർ തന്നെ. എത്ര മോഡലാണ്? അത് 2016-17 രജിസ്ട്രേഷൻ വരുന്നത്. ഓക്കെ. അതെ. ഇവിടെ ഫസ്റ്റ് ഓണറാണ് വണ്ടി ഇപ്പൊ കിടക്കുന്നത്. ഡീസൽ പെട്രോൾ ആണ് വരുന്നത്. ഫസ്റ്റ് ഓണറിൽ ആകെ 1.38 1.40 അടുത്ത് ഓടിയുണ്ട്. കമ്പനി സർവീസ് ആണ്. ഹിസ്റ്ററി എടുത്ത് കൊടുക്കാം. വേറെ അപാകത റീപ്ലേസ് തട്ടുമുട്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ചോദിക്കുന്ന ഒരു 4.65 ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ 4 to 4.5 നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. VDI വണ്ടിയാണ്. മറ്റേ സെക്കൻഡ് അതായത് ടൈപ്പ് 2 വണ്ടിയാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അപാകത റീപ്ലേസ് ഒന്നും നല്ല വണ്ടിയല്ലേ? ഫസ്റ്റ് ഓണർ കമ്പനി സർവീസ്. ഓക്കെ. ഇവിടെയുള്ള ഏകദേശം വണ്ടി 10-20-30,000 രൂപക്ക് ഉണ്ടെങ്കിൽ ലോൺ തീർക്കാൻ പറ്റൂട്ടോ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കി ചെക്ക് ചെയ്ത് നോക്കിയാൽ കേട്ടോ. ഇവിടെ നമുക്ക് വീണ്ടും ഒരു സ്വിഫ്റ്റ് കാർ നോക്കാം. സ്വിഫ്റ്റ് കാർ ഇവിടെ കുറെ ഉണ്ടല്ലേ? ഒരു ഇത് എത്ര മോഡലാണ്? അത് 2019 പുതിയ ഷേപ്പിൽ. അതായത് ടൈപ്പ് 3 വരുന്നത് 2019 പെട്രോൾ VXi ആണ്. പെട്രോൾ VXi ഫസ്റ്റ് ഓണറിൽ ആകെ ഓടിയിട്ടുള്ള 24,000 കിലോമീറ്റർ കുറച്ചു കാലം നിർത്തിയിട്ട കാരണമാണ്. അതായത് വണ്ടി ഓടാൻ നിർത്തിയിട്ടുണ്ട്. പെട്രോൾ അതായത് കസ്റ്റമറോട് ഇല്ലാത്തതുകൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എടുത്തപ്പോൾ ഫസ്റ്റ് ഓണറിൽ തന്നെ വണ്ടി കിടക്കുന്നത്. വേറെ തട്ടുമുട്ട കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സ്പ്ലെൻഡറിന്റെ അവിടെ ചെറിയൊരു പെയിന്റിംഗ് എടുത്തിട്ടില്ല. സ്ക്രാച്ച് ആയിട്ട്. വേറെ അപാകത ഉള്ളിൽ മേജർ ഒന്നുമില്ല. നമ്മൾ ഫൈനൽ ചോദിക്കണം 5.80 ചോദിക്കുന്നുണ്ട്. 5.5 അടുത്ത് ലോണും ചെയ്ത് കൊടുക്കാം. നെഗോഷ്യബിൾ ഫൈനൽ 5.25 വണ്ടി നമുക്ക് കൊടുക്കാം. അതായത് നമ്മള് ഒരു ചെറിയ വാഹനങ്ങൾ ബഡ്ജറ്റ് വാങ്ങുന്ന ആൾക്കാർക്ക് ഒന്നുകൂടി യൂസ്ഫുൾ ആവും. കാരണം 2014 മോഡൽ ബൈക്കുകളാണ്. അതായത് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടില്ല. ഡാഡ്സന്റെ അതായത് നിസാന്റെ സബ് വരുന്ന ഡാഡ്സൺ എന്നുള്ള കമ്പനിയുടെ ഗോ എന്നുള്ള വണ്ടിയാണ് വരുന്നത്. റെഡിഗോ വരുന്നുണ്ട്, ഗോ പ്ലസ് വരുന്നുണ്ട്, ഗോ വരുന്നുണ്ട്. ഈ 3 കാറ്റഗറിയിലാണ് ഒരു വണ്ടി ഇറക്കിയിട്ടുള്ളത്. ഇത് ഗോ ആണ് വരുന്നത്. 2014 മോഡലാണ്. ഇപ്പൊ നമ്മൾ വണ്ടി എടുത്തപ്പോൾ തേർഡ് ഓണറിലോട്ട് മാറിയിട്ടുണ്ട്. 98,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. നമ്മൾ തിരികെ മറിക്കൊന്നും ഒന്നും ചെയ്തിട്ടില്ല. കസ്റ്റമർ നമുക്കൊരു ബഡ്ജറ്റിൽ ഒരു 1.25 നോക്കി കൊടുക്കാൻ. അതായത് ഒരു അൾട്ടോയിനർ ആ ലെവലിലൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് തോന്നുന്നത് ബെറ്റർ ആയിരിക്കും. മാനുവൽ ആണ്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. കൊണ്ടെടുക്കാനും യൂസ്ഫുൾ ആയിരിക്കും. ഒരു 1.25 ഫൈനലിൽ വണ്ടി കൊടുക്കും. അതെ. ഒരു മായം വെയിലൊന്നും കൊള്ളാതെ യാത്ര ചെയ്യാൻ ചെറിയൊരു ബഡ്ജറ്റ്. അതായത് വണ്ടി ക്വാളിറ്റി ഉണ്ട്. അതായത് എന്താ വെച്ചാൽ വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. അത്യാവശ്യം മെക്കാനിക്കലും ഗുഡ് ആയ വണ്ടിയാണ്. കസ്റ്റമർ ഓടിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. കാരണം മാക്സിമം ഒരു അൾട്ടോ 800 അതുപോലെ ചെറിയ വണ്ടികളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും എന്റെ ചൂസ് ചെയ്യൽ. ഡാഡ്സന്റെ ഒരു കമ്പനി ആവുകൊണ്ടാണ് ആ മാർക്കറ്റിൽ വരുന്നത്. നമുക്ക് 1.25 വണ്ടി ഫൈനൽ കൊടുക്കാം. എന്തെങ്കിലും നൈസ് ആയിട്ട് നമുക്ക് വരുന്ന കസ്റ്റമർക്ക് ഒരു വണ്ടി നമുക്ക് ഫിക്സഡ് റേറ്റിൽ കൊടുക്കാൻ കഴിയില്ല. അപ്പൊ എന്തെങ്കിലും ചെറിയ നോക്കി നോക്കാൻ പ്രതീക്ഷിക്കരുത്. കാരണം നമ്മൾ റേറ്റ് ആണ് ഇപ്പോൾ മാക്സിമം പറയുന്നത്. പിന്നെ കസ്റ്റമർ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും കുറക്കേണ്ട നിലവിൽ ചെയ്തു.